നമോവാകം കറവ പറ്റിയതും വറ്റാത്തതുമായ സകല ഗോമാതാക്കളെയും നമിച്ചുകൊണ്ട് തുടങ്ങട്ടെ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. പശു സംരക്ഷണത്തിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെയും ദളിതുകളെയും ചാട്ടവാറിനടിച്ച സംഘപരിവാരത്തിൻ്റെ ഭരണം 3-ാം വർഷം മൃഗക്ഷേമത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു. നാഗ്പൂരിലെ ഹിന്ദുത്വ അജണ്ട ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ കശാപ്പ് ചെയ്താലും കന്നുകാലികളെ കശാപ്പ് ചെയ്യാത്ത രാമരാജ്യം ഇതാ വന്നണഞ്ഞിരിക്കുന്നു. രാജ്യത്ത് റംസാൻ വ്രതം തുടങ്ങും മുമ്പ് കന്നുകാലി ചന്തകളിൽ അറവുമാടുകളുടെ കൈമാറ്റം തടഞ്ഞുകൊണ്ട് ഗോമാതാക്കളെ മാത്രമല്ല ഋഷഭ പിതാക്കന്മാരെയും പോത്തെരുമ കുലത്തെയും ഒട്ടകക്കൂട്ടത്തെയും മോദിജി കനിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നു. ഈ പട്ടികയിൽ പെടാത്ത ആടുമാടുകളും കോഴികളും നിർഭാഗ്യവാന്മാർ, തീൻമേശയിലെ വിഭവങ്ങളാകാൻ വിധിക്കപ്പെട്ട അനാഥരായ അവർക്ക് പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകാം. മൻ കി ബാത്തിൽ മറുപടി കിട്ടും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാലി സമ്പത്ത് നഷ്ടപ്പെട്ട് നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 30 വർഷത്തിന്റെ 60% കാലി സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി. ഈ കാലി സമ്പത്ത് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആർക്കും യാതൊരു വിധത്തിലുള്ള വേവനാധിയുമില്ലല്ലോ. പശു മാതാവാണ് അത്രേ. അപ്പൊ പശുവിന്റെ ഇണയായിട്ടുള്ള കാളയോ കാളയുടെ അച്ഛനാണോ? അപ്പയാണ് പശുവെങ്കിൽ കാള ഇവരുടെ അച്ഛനാണോ? പശു സംരക്ഷണത്തിൻ്റെ നിറം നൽകി കശാപ്പ് നിരോധനത്തിന് ഉത്തരേന്ത്യയിൽ BJPക്ക് ഒരുപക്ഷെ നേട്ടമുണ്ടാക്കാനാകും. ബീഫും പൊറോട്ടയും ദേശീയ ഭക്ഷണമാക്കിയ കേരളത്തിൽ ഇതൊന്നും വിലപ്പോകില്ല. മുഖ്യമന്ത്രി പിണറായി തന്നെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി കഴിഞ്ഞു. നിയമത്തിന് കടലാസിൻ്റെ വില പോലും നൽകില്ലെന്ന് ഗോവധ നിരോധനം രാജ്യത്ത് ആദ്യം നടപ്പാക്കിയ കോൺഗ്രസിൻ്റെ പ്രതിനിധി AK ആൻ്റണിയും പറയുന്നു. 2 പൊറോട്ടയും വാങ്ങിപ്പോയാൽ ബീഫ് സൗജന്യമായി കിട്ടുന്ന ബീഫ് മേളകളും നാട്ടിലെങ്ങും സജീവം. ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. കേരളത്തിന്റെ ഭക്ഷണക്രമം എന്താകണമെന്ന് ഡൽഹിയിൽ നിന്നോ നാഗ്പൂരിൽ നിന്നോ മനസ്സിലാക്കേണ്ട ആവശ്യം കേരളീയർക്കില്ല. അതായത് ഇവിടെ തന്നെ പരമ്പരാഗതമായി സ്വീകരിച്ചു വന്ന ഭക്ഷണക്രമമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഭക്ഷണക്രമം പാലിച്ചു പോകാൻ നമുക്ക് എല്ലാ സൗകര്യവും ഇവിടെ സംസ്ഥാന സർക്കാർ ഒരുക്കുക തന്നെ ചെയ്യും. മച്ചാ, അതായത് ബീഫ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിങ്ങനെ ചെറിയ 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 കഷ്ണങ്ങളാക്കിട്ട് മുറിക്കും. മലയാള ചോറൂട്ട് മലയാള ചോറൂട്ട്. സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ നിന്നുള്ള കൈയേറ്റമാണ്. നാം പരിഭ്രമിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ നമുക്ക് ആ ഉത്തരവിനെ ഒരു കടലാസിന്റെ വില പോലും കാണിക്കേണ്ട കാര്യമില്ല. ആ ഉത്തരവെ വലിച്ചു കീറി ചവിറ്റുകൊട്ടയിൽ വെച്ചാൽ മതിയാണ് എന്റെ ആലോചിച്ചിട്ട് കാര്യം. എന്നിട്ട് അതിൽ ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അധികാരം പോലും അവകാശം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയാണ്. ഈ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ വേവിക്കും. ഇതിങ്ങനെ വെന്ത് വരുമ്പോ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടും. കറി കഷ്ണങ്ങൾ തിളയ്ക്കും വെളിച്ചെണ്ണയിൽ തുടിച്ചു കുളിപ്പതാരൊക്കെ. അപ്പോൾ നോട്ട് പിൻവലിച്ച പോലെ തന്നെയാണ് ഈ ഭക്ഷണ നിരോധനം. തൽക്കാലം അവർക്ക് ലാഭം ഉണ്ടാവാം, പക്ഷേ ഭാവിയിൽ അത് രാജ്യത്തിൻ്റെ ശിഥിലീകരണത്തിലേക്ക് നയിക്കും. എന്നിട്ട് കുറച്ച് മസാല ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ താളിച്ചിട്ട് മൂടി വെക്കും.
കറിക്കഷ്ണങ്ങൾ തിളയ്ക്കും വെളിച്ചെണ്ണയിൽ തുടിച്ചു കുളിപ്പതാരൊക്കെ. ഞാൻ ഒന്ന് പറയാം, ഈ നിയമം നടക്കാൻ പോകുന്നില്ല. ഇത് സംസ്ഥാന സബ്ജക്റ്റാ. അപ്പൊ ഇങ്ങനെ തുറന്നിട്ട് അതിനൊരു തവി കൊണ്ട് കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം, RSSന്റെയും BJPയുടെയും സംഘപരിവാറിന്റെയും നയമാണ്. അതിനോട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരെയുള്ള പ്രതിഷേധം തുടരും. നല്ല മുരിഞ്ഞൊരു പൊറോട്ട എടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ കീറിയെടുത്ത് ചാറിൽ മുക്കി ഒരു ബീഫിന്റെ കഷ്ണം ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് നിങ്ങൾ കഴിച്ചാൽ മറുനാട്ടു ചോറൂട്ട് മലയാള ചോറൂട്ട്, മറുനാട്ടു മലയാള ചോറൂട്ട്. ബീഫ് നിരോധിച്ചിട്ടില്ലെന്നും അറവുമാടുകളുടെ വിൽപ്പന മാത്രമേ തടഞ്ഞിട്ടുള്ളൂവെന്നും മോദി ഭക്തർ നാടുനീളെ പറഞ്ഞു നടക്കുന്നു. അല്ല സഹോദരന്മാരെ, ബീഫ് ഉള്ളിക്കറിയാക്കി രഹസ്യമായി കഴിക്കുന്ന നിങ്ങളും ഇനി ബീഫ് എവിടെ നിന്ന് സംഘടിപ്പിക്കും? കറവ പറ്റുന്ന മാടുകളെ കർഷകർ എന്തു ചെയ്യണമെന്ന് കൂടി പറഞ്ഞു തരണം. BJP കാര്യാലയത്തിൽ കൊണ്ടുചെന്ന് കെട്ടിയാൽ മതിയോ? ചാണകവും നിങ്ങൾക്കെടുക്കാം. വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാൽ പൈസ ഞാൻ തരില്ല. ചിലപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നാലും ആദ്യം ചോദിക്കും, 2 ദോശ മേടിച്ച് വെച്ചിട്ട് ചോദിക്കും, സാമ്പാർ തട്ടുന്നറിയിക്കുമ്പോൾ ബീഫ് ഫ്രൈ ഉണ്ടാകുമെന്ന് ചോദിക്കും. ഇത് നിർത്തണമെങ്കിൽ ലോകം അവസാനിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ലോകം അവസാനിക്കുന്നവരെ കഴിക്കുന്നവർ കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, കഴിക്കുന്നവർ കഴിച്ചുകൊണ്ടിരിക്കും, വളർത്തുന്നവർ വളർത്തിക്കൊണ്ടിരിക്കും. വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാൽ പൈസ ഞാൻ തരില്ല. ഭക്ഷണത്തിൽ ബീഫ് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. ഈ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലുള്ള ആളുകൾ ബീഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ ബീഫില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഇറങ്ങൂല. അരിയുണ്ട സൂയനും കണ്ട, കുരുമുളക് വലിപ്പമുണ്ട, പൊറോട്ട പത്തിരി കണ്ടാൽ ഏറ് പോയ ബലൂൺ പോലെ. ചായക്കടക്കാരാ നിങ്ങളുടെ ചായയില് മധുരമില്ല. സംഘപരിവാരത്തിൻ്റെ അജണ്ടകൾ എത്രമാത്രം സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുമോ അത്രമാത്രം അത് ഉത്തരേന്ത്യയിലെങ്കിലും അവർക്ക് പ്രയോജനപ്പെടുമെന്ന് പരിവാര സ്വാമിമാർക്കറിയാം. കണ്ണൂരിൽ കന്നുകാലിയെ യൂത്ത് കോൺഗ്രസ്സുകാർ പരസ്യമായി അറുത്ത് പ്രതിഷേധിച്ചത് അവർക്ക് ആയുധം കൊടുത്തതുപോലെയായി. യോഗി ആദിത്യനാഥിൻ്റെ മാത്രമല്ല, രാഹുൽജിയുടെ ഹൃദയം വരെ നൊന്തു. കശാപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം, ആ തീരുമാനം അംഗീകരിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കന്നുകാലിയെ കശാപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ മാംസം പരസ്യമായി ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ കോൺഗ്രസ് എല്ലായിടത്തും ഇങ്ങനെ ആടുമാടുകളെ പരസ്യമായി കൊല്ലുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. അത് ശരിയുമാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കുമില്ല. അതുകൊണ്ടാണ് സസ്പെൻഷൻ അടക്കമുള്ള നടപടി വന്നത്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ലോക പരാജയം. എതിർപ്പ് മനസ്സിലാക്കി പോത്തുകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി വിജ്ഞാപനം പുതുക്കുമെന്നത് ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത. പാവം പോത്തുകൾ, അവർ സംരക്ഷകരില്ലാത്തവർ. ലാവ്ലിൻ കരാറിൽ സംസ്ഥാനത്തിൻ്റെ നഷ്ടം കണ്ടുപിടിച്ച അതേ CAG വിഴിഞ്ഞം തുറമുഖ കരാറിലും ഭീമമായ നഷ്ടം കണ്ടെത്തിയിരിക്കുന്നു. ലാവ്ലിൻ കരാർ ഉണ്ടാക്കിയ പിണറായി കേസിൽ കുടുങ്ങിയതുപോലെ വികസന നായകൻ ഉമ്മൻചാണ്ടിയും അന്വേഷണത്തെ നേരിടേണ്ടി വരും. വിഴിഞ്ഞം ഇപ്പോൾ തങ്ങളുടെ കുട്ടിയാണെങ്കിലും വേണമെങ്കിൽ ഒരു വിജിലൻസ് അന്വേഷണം ഉത്തരവിട്ട് പിണറായിക്ക് ഉമ്മൻചാണ്ടിയോട് പകരം തീർക്കാം. ഇനി VS ആവശ്യപ്പെട്ടതുപോലെ ഒരു CBI അന്വേഷണം ഒപ്പിച്ചാൽ ലാവ്ലിനും വിഴിഞ്ഞവും സമാസമം ആകും. സംസ്ഥാനത്തെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനം ഏർപ്പെടുത്തുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആ പരിശോധന ആ തരത്തിൽ നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്.
ആ പരിശോധനയുടെ ഭാഗമായി കാര്യങ്ങൾ എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടതായിട്ട് വരും. ചുമ്മാ ശരി 500 ഉറപ്പിച്ചോ. ഞാൻ ഉറപ്പിച്ചില്ലെങ്കിലോ? എടാ 200 100 രൂപയുടെ എടാ ഒരു 10 രൂപയെങ്കിലും താ. മനുഷ്യന് ഇത്ര ആക്രാന്തം പാടില്ല. കുട്ടി പുഴിക്കത്തിട്ടാ. CNDG-യുടെ കണ്ടെത്തലിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തും എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെ ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രശ്നം വന്നപ്പോൾ തന്നെ ഞാൻ വെച്ച നിർദ്ദേശമാണ്, ഏത് അന്വേഷണത്തെയും നേരിടാം. ഇതിനു മുമ്പ് നമ്മുടെ സംസ്ഥാനം ഒരു ടെൻഡർ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അത് ടെൻഡർ വിളിക്കുകയും ചെയ്തു. അത് അന്ന് നടന്നില്ല. അതും ഇപ്പോഴത്തേതും കൂടെ ഒരു താരതമ്യ പഠനം കൂടെ നടത്തണം. അപ്പോഴേ കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന ടെൻഡർ ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അദാനിക്ക് കെട്ടിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ വിഴിഞ്ഞം ഇപ്പോഴും മുടക്കാച്ചരക്കായി ഇരുന്നേനെ എന്ന ഉമ്മൻചാണ്ടിയുടെ വാദം പാർട്ടിക്കുള്ളിൽ എല്ലാവരും വിശ്വസിക്കുന്നില്ല. പാർട്ടി ഫോറത്തിൽ CAG റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് VD സതീശൻ കത്ത് നൽകിയിരിക്കുകയാണ്. ചർച്ച നടക്കട്ടെ. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ വർത്തമാനം വള്ളിപുള്ളി വിടാതെ പുറത്തു കിട്ടും. ഇതാ വഴിയല്ലേ? എനിക്ക് സതീശന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പൊതുജനങ്ങൾ നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന് മുറവിളി കൂട്ടുന്നുമുണ്ട്. അന്വേഷണം വേണ്ടെന്ന് വെക്കാൻ ഒക്കെയില്ല. പക്ഷേ ആരെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും സാറിന് ഉണ്ടാവുമെന്ന് കരുതാമോ? അതിനെങ്കിലും സർക്കാർ സ്വാധീനം ചെലുത്താൻ സാറിന് കഴിയില്ലെന്നാണോ? പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി എല്ലാ മാസവും കൂടും, ഈ മാസവും കൂടും. അതിൽ ഇതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും. 5000 കൊടുക്കണോ 6000 കൊടുക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്കിതിൽ എന്താ കാര്യം? നിശ്ചയമായിട്ടും ഇത് സ്വാഭാവികമായിട്ട് പിന്നെ പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള ഏത് കമ്മിറ്റി കൂടിയാലും സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യുമല്ലോ. അതിനെക്കുറിച്ച് CAG റിപ്പോർട്ടല്ല, ഏത് തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായാലും അതെല്ലാം ഏത് അന്വേഷണത്തെയും നേരിടാൻ അദ്ദേഹം തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അതേക്കുറിച്ച് ഞാൻ കൂടുതൽ ഒന്നും പറയേണ്ടത്. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്. നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എന്ത് തരും? എന്ത് വേണം? വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഏറ്റവും മുഖ്യമായിട്ടൊരു കാര്യമാണ്. കേരളത്തിന് ഇത് നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ നിശ്ചയമായും ഞാനിന്ന് പ്രതിക്കൂട്ടി നിൽക്കുമായിരുന്നു. ഇന്നിപ്പം ഒരു സംതൃപ്തി ഉള്ളത് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുക. അതുകൊണ്ട് ആ രീതിയിൽ എന്നെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റില്ല. പിന്നെ വ്യവസ്ഥകളുടെ കാര്യത്തിലാണെങ്കിൽ അത് എവിടെയും ബോധ്യപ്പെടുത്താൻ സാധിക്കും. എന്താ മോനെ? ഇവിടെ വല്ലാത്തൊരു ചൊറിച്ചില്, ഒന്ന് ചൊറിഞ്ഞേ. ചൊറിയാം. താഴെ താഴെ താഴെ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. വക്രദൃഷ്ടിയിൽ ഇനി ഇടവേളയാണ്. കാട്ടിലെ തമ്പ്രാൻ ഇടവേളയ്ക്ക് ശേഷം. കുളത്തിലെ മണ്ണെടുക്കാൻ 3 രണ്ടുപേർ മുണ്ടി ഒരുത്തത് ഈ തറവാടിന്റെ മാനം കാത്തരാ മോനെ. നീ എന്റെ മാനം കാത്തരാ മോനെ.